എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പരീക്ഷയൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുവിധമൊക്കെ പോർഷൻസൊക്കെ തീർത്തെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 40 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ KTT കാറ്റഗറി 3 സൈക്കോളജി നോട്ട്സ് ആവശ്യമുള്ളവർ വേണ്ടവർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയില്ല, ഒരുപാട് പേര് സോഷ്യൽ സയൻസിൻ്റെ നോട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സോഷ്യൽ സയൻസിൻ്റെ നോട്ട്സ് ഇല്ല. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ KTT കാറ്റഗറി 3 അല്ലെങ്കിൽ കാറ്റഗറി 2ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വിളിക്കേണ്ട, മെസ്സേജ് ഉള്ളിയാണ് കേട്ടോ, വാട്സപ്പ് ഉള്ളിയാണ്. അപ്പോൾ അങ്ങനെ നോക്കാം. ഡേവിഡ് മെക്കലൻഡ് 3 പ്രധാനപ്പെട്ട നീഡ്സ് പറഞ്ഞിട്ടുണ്ട്, അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ചില തിയറിയൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ചില തിയറിയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണം കേട്ടോ. ആ 3 പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം. ഇനി അടുത്ത ചോദ്യം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ അനുഭവാധിഷ്ഠിത പഠന ചക്രത്തിലെ 4 പ്രധാനപ്പെട്ട സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന 4ഉം കറക്റ്റാണ്. ഒന്നാമത്തേത് കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മൂർത്ത അനുഭവങ്ങൾ. രണ്ടാമത്തേത് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ, സജീവ പരീക്ഷണം. മൂന്നാമത്തേത് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, പ്രതിഫലാത്മക നിരീക്ഷണം. ലാസ്റ്റത്തത് അബ്സ്ട്രാക്റ്റ് കോൺസെപ്ച്വലൈസേഷൻ, അമൂർത്തമായ ആശയരൂപീകരണം. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം അല്ലെങ്കിൽ ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി കരിക്കുലം പഠിച്ച സമയത്ത് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു സബ്ജക്റ്റ് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ സയൻസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പഠിക്കില്ലേ? അങ്ങനത്തെ ഉള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് ലെവലാണ്? സെക്കൻഡറി തലം അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റേജിലാണ്. ഓപ്ഷൻ ഡി. Those who attend the special class on Saturday will be exempted from homework. While saying like this, the teacher is trying to implement which type of reinforcement? അപ്പോൾ ടീച്ചർ കുട്ടികളോട് പറയുകയാണ്, ആരൊക്കെയാണ് ഞാൻ വെക്കുന്ന സാറ്റർഡേയിൽ സ്പെഷ്യൽ ക്ലാസ്സിന് പങ്കെടുക്കുന്നത് അവരൊന്നും ഹോംവർക്ക് ചെയ്യേണ്ട, അവരെയൊക്കെ ഞാൻ ഹോംവർക്കിൽ നിന്ന് ഒഴിവാക്കും എന്ന് ടീച്ചർ പറയുമ്പോൾ ടീച്ചർ ഏത് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ എറിണ പ്രബലനമാണ്. കാരണം എന്താണ്? ഹോംവർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇമ്പോസിഷൻ ചെയ്താനും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലേ? അത് കുറച്ച് നേരത്തേക്ക് ടീച്ചർ പിൻവലിക്കുകയോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയോ ചെയ്താൽ അവരിൽ നല്ലൊരു പ്രതികരണം ഉളവാകും. അപ്പോൾ ഇവിടെ ഹോംവർക്ക് ചെയ്യേണ്ട എന്ന് കരുതി കുട്ടി എന്ത് ചെയ്യും? സ്പെഷ്യൽ ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട് റെഡിയാവും. അപ്പോൾ അത് നല്ലൊരു പ്രതികരണമല്ലേ? അപ്പോൾ അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈഡിപ്പസ് കോംപ്ലക്സ് മീൻസ്. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ ആടെയാണെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ആൺകുട്ടികൾക്ക് അമ്മയോടുള്ളൊരു സ്നേഹമാണ്. അഫെക്ഷൻ ഓഫ് എ മെയിൽ ചൈൽഡ് ടു എ മദർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സ്റ്റുഡൻറ്റ് ഫീൽസ് ഹാപ്പി ഇൻ ഡൂയിങ് ഓൾ ദ വർക്ക്സ് ഗീവൺ ബൈ ദ ടീച്ചർ ഓൺ ടൈം. ദിസ് ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്നതിൽ കുട്ടിക്കൊരു സന്തോഷമുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷനാണോ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണോ? ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, സെലക്ട് ദ കോൺസെപ്റ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എറിക് എറിക്സൺ. എറിക് എറിക്സണുമായിട്ട് ബന്ധപ്പെട്ട ആശയം തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധി. ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ മോഡലിംഗ് ആൽബർട്ട് ബന്ദൂര, പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്. അടുത്ത ചോദ്യം, 4 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 3 ആണെങ്കിൽ ബുദ്ധിമാനം എത്രയാണ്? അപ്പം കുട്ടിയുടെ വയസ്സ് 4 ആണ്, മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ IQ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നമുക്ക് MA/CA/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ MA എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ആണ്, 3 എന്ന് തന്നിട്ടുണ്ട്. CA എന്ന് പറയുന്നത് നമ്മുടെ കാലിക വയസ്സാണ്, അപ്പോൾ അത് 4 ആണ്. അപ്പോൾ 3/4 × 100 അല്ലേ? അപ്പോൾ നമുക്ക് 75 എന്ന ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് അല്ലേ? ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് സമഗ്രത. നമ്മൾ
പാർട്ട് പാർട്ടായിട്ട് നോക്കാതെ മൊത്തത്തിൽ കാണുക എന്നുള്ള രീതി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഗസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ സമഗ്രതാവാദത്തിലാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലേണിംഗ് ഡിസേബിൾഡ് ചൈൽഡ്? താഴെ പറയുന്നതിൽ ലേണിംഗ് ഡിസേബിൾഡ് അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടിയുടെ സവിശേഷതയിൽ പെടുന്നത് ഏതാണ്? ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ സവിശേഷത എന്ന് പറയുന്നത് അവർക്ക് ശരാശരി ബുദ്ധി അല്ലെങ്കിൽ നോർമൽ ഇൻ്റലിജൻസ് ആയിരിക്കും. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇരട്ട സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഡബിൾ പ്രമോഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്? ഏത് കുട്ടികൾക്കാണ്? അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കാണ്? ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രതിഭാശാലികളായ കുട്ടികൾക്കാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, എ ടീച്ചർ സെലക്റ്റഡ് ബോയ്സ് ഓൺലി ഫോർ പ്രസൻറ്റിംഗ് പ്രോജക്റ്റ് ഇൻ ദ സയൻസ് ഫെയർ. ദിസ് ഇൻഡിക്കേറ്റ്സ്. ഇപ്പോൾ ഒരു ശാസ്ത്രമേള നടക്കുവാണ്. അവിടെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളെ മാത്രം ടീച്ചർ സെലക്ട് ചെയ്തു. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഒരിക്കലും ജെൻഡർ ഇക്വാലിറ്റി അല്ല അല്ലേ? അവിടെ ഒരു സമത്വം കൊടുക്കുന്നില്ലല്ലോ. ഇൻഡിവിജ്വൽ ഡിഫറൻസും അല്ല. പിന്നെന്താണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. ഓപ്ഷൻ ഡി. Teacher demonstrate an experiment in the classroom. Students are asked to observe the experiment and write down the process of the experiment in their science diary. Teacher allows grade after the verification of the diaries. This assessment can be termed as. ക്ലാസ്സിൽ ടീച്ചർ ഒരു പരീക്ഷണം നടത്തുന്നു. അതിനുശേഷം കുട്ടികളോട് പറയുകയാണ് ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കുട്ടികളുടെ ആ ഒരു സയൻസ് ഡയറിയിൽ കുട്ടികൾ എങ്ങനെയാണ് എഴുതിയത് അത് വിലയിരുത്തിയ ശേഷം ടീച്ചർ എന്ത് ചെയ്യുന്നു? ഗ്രേഡ് കൊടുക്കുന്നു. ഈ ഒരു മൂല്യനിർണ്ണയം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നതും ഇത് എഴുതാനും ഒക്കെ ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ആ ഒരു ക്ലാസ് നടക്കുമ്പോൾ തന്നെ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ സംരചന വിലയിരുത്തലാണ്. അടുത്തത്, സെലക്ട് ദ ഹയസ്റ്റ് നീഡ് അക്കോർഡിംഗ് ടു അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോയുടെ ശ്രേണി നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നീഡ് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന നിലപാട് താഴെ പറയുന്നതിൽ എന്തിന് ഉദാഹരണമാണ്? താഴെ നമ്മൾ കുറച്ച് ഡിഫൻസ് മെക്കാനിസമാണ് തന്നിരിക്കുന്നത്. ഇതിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന നിലപാടുള്ളത് എവിടെയാണ്? യുക്തീകരിക്കുക അല്ലെങ്കിൽ റാഷണലൈസേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ 3 ബേസിക് ഡയമെൻഷൻസ് ഇൻ ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ? അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് ഗിൽഫോർഡിൻ്റെ ബുദ്ധി മാതൃകയിൽ വരാത്തത്, ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്പറേഷൻ, കണ്ടൻസ്, പ്രോസസ്സ്, പ്രോഡക്ട്സ്. അപ്പോൾ ഓപ്പറേഷനും കണ്ടൻറ്റും പ്രോഡക്റ്റും അതിൽ വരുന്നതാണ്. പ്രോസസ്സ് തെറ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ടെസ്റ്റ് ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഓൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? എല്ലാ പ്രൊജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ കാരണവസ്ഥാനം ആർക്കാണ്? റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ജുവനൈൽ ഡെലിക്വൻസി ഈസ് മോസ്റ്റ് റിവീൽഡ് ഡ്യൂറിങ്. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ കുറ്റവാസന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? അഡോളസെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ കൗമാരഘട്ടമാണ്. അടുത്ത ചോദ്യം, റീഡിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ വായന വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഡിസ്ലെക്സി ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോഷ്യൽ എക്സ്പീരിയൻസസ് കോൺട്രിബ്യൂട്ട് ടു ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹ്യ അനുഭവങ്ങൾ മെച്ചപ്പെട്ട പഠനാവസരങ്ങൾക്ക് സംഭാവന നൽകുന്നു. ഈ ഒരു ആശയം വികസിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ്. ഓപ്ഷൻ എ. റീഡിംഗ് ഡിസോർഡർ ഈസ് വൺ ഓഫ് ദ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. റീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന പേരെന്താണ്? ഡിസ്ലെക്സിയ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? അതായത് വികാസവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? വികാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ശരിയാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഓർഡർലി, അതൊരു ഓർഡറായിട്ടല്ലേ പോകുന്നത്, അതും കറക്റ്റാണ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിന് എന്താണ്? ഒരു സഞ്ചിത സ്വഭാവം ഉണ്ട് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആണെന്ന് പറയാം. പിന്നീട് എന്താണ്? ഓപ്ഷൻ സി നോക്കിക്കേ, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ ആണോ? അല്ല, ജനറൽ ടു സ്പെസിഫിക് എന്നല്ലേ. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മതയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
അടുത്ത ചോദ്യം, എ സ്റ്റുഡൻറ് ബ്ലെയിംസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ലേണിംഗ് പ്രോസസ് ആസ് എ റീസൺ ഫോർ ഹിസ് ലോ സ്കോർ ഇൻ എക്സാമിനേഷൻ. നമ്മളെപ്പോലെ തന്നെ അല്ലേ, കുട്ടി എന്താണ് മാർക്ക് കുറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെയും പഠന രീതിയെല്ലാം തള്ളിപ്പറഞ്ഞു അല്ലേ, കുറ്റപ്പെടുത്തി. അതെന്തിന് ഉദാഹരണമാണ്? പ്രൊജക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രക്ഷേപണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. നമ്മൾ ഗുഡ് ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ശോധകത്തിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഉൾപ്പെടുന്നത് ഒബ്ജക്റ്റിവിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. ഉയർന്ന സ്കോർ അല്ലെങ്കിൽ ഹൈ സ്കോർ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടാത്തതാണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറിവേഴ്സിബിലിറ്റി ഇൻ തിങ്കിങ്. അപ്പം ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന, അതിനെയാണല്ലോ നമ്മൾ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സവിശേഷത ബുദ്ധിവികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ്. ഓപ്ഷൻ ബി. 50 വയസ്സുള്ള ഒരു വ്യക്തിയുടെ IQ എന്ന് പറയുന്നത് 80 ആണെങ്കിൽ അയാളുടെ മാനസിക വയസ്സ്, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് MA ആണ്. നമ്മുടെ ഇക്വേഷൻ IQ = MA / CA × 100 എന്നാണ്. ഇവിടെ നമുക്ക് IQ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാലിക വയസ്സും തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ MA നമുക്ക് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 40 എന്ന് കിട്ടും. അപ്പോൾ 40 ആണ് ഇവിടുത്തെ ആൻസറേ. അടുത്ത ചോദ്യം, നമ്മുടെ ലേണിങ്ങിൻ്റെ പ്രോഗ്രസ് സ്ഥിരമായിട്ടിരിക്കുന്ന ലേണിംഗ് കർവ് ഏതാണ്? ആദ്യത്തെയാണ് ആൻസർ. ഓപ്ഷൻ എ. MMPI നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി ആണ് MMPI. ഇത് അളക്കുന്ന എന്താണ്? പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ, മനോരോഗങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളുമാണ് MMPIയിൽ അളക്കുന്നത്. നെക്സ്റ്റ്, പ്രസവ സമയത്തോ അതിനുശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധി വൈകല്യത്തെ പറയുന്ന പേരെന്താണ്? അനോക്സിയാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ വൈഗോട്സ്കി സോഷ്യൽ കൾച്ചർ തിയറി. വൈഗോട്സ്കിയുടെ സോഷ്യൽ കൾച്ചറൽ തിയറിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണോ, റെസിപ്രോക്കൽ ടീച്ചിങ് ആണോ, കോഗ്നിറ്റീവ് ലേണിംഗ് ആണോ, ഇൻസൈഡ് ലേണിംഗ് ആണോ? ഏതാണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. ഓപ്ഷൻ ബി. റെസിപ്രോക്കൽ ടീച്ചിങ്ങിൻ്റെ മലയാളം പ്രതിക്രിയ അധ്യാപനം എന്നാണ്. പക്ഷെ അവർ തന്നിരിക്കുന്ന അതേ ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് മലയാളത്തിലും തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് തിയറിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സെൽഫ് കോൺസെപ്റ്റ് ഇൻ പേഴ്സണാലിറ്റി. ഇപ്പോൾ സെൽഫ് തിയറി അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിച്ചത്? ആരാണ്? കാൾ റോജേഴ്സ് ആണ്. ഓപ്ഷൻ എ. ഫോർ ലോക്കിംഗ് എ ഡോർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. വാതിൽ പൂട്ടുന്നത് താഴെ പറയുന്നതിൽ ഏതിനാണ് ഉദാഹരണം? മോഷൻ ചെയിനിങ്ങിനാണ്. ചലന ശൃംഖല. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ക്ലെയിംസ് ടു റിവീൽ ഇൻഫർമേഷൻ എബൌട്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അളക്കുന്നത് താഴെ പറയുന്നത് ഏതാണ്? അൺകോൺഷ്യസ് പ്രോസസ്സാണ്. ഓപ്ഷൻ സി. ആൽപോർട്ട് ബിലീവ് ദാറ്റ് ട്രേറ്റ്സ് കുഡ് ബി ഓർഗനൈസ്ഡ് ഇൻറ്റു 3 ലെവൽസ്. ഗുണങ്ങളെ 3 തലങ്ങളായിട്ട് സംയോജിപ്പിക്കാമെന്ന് ആൽപോർട്ട് പറഞ്ഞത് താഴെ പറയുന്ന ഏത് ക്രമത്തിലാണ്? കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഓപ്ഷൻ ഡി. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ ടേം ക്രിയേറ്റഡ് ബൈ. വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് ആരാന്നല്ല ചോദിച്ചത്. ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പീറ്റർ സലോവയും ജോൺ മേയറും ചേർന്നിട്ടാണ്. പ്രചരിപ്പിച്ചതാണ് ഡാനിയൽ ഗോൾമാൻ. അടുത്ത ചോദ്യം, നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് കറക്റ്റായിട്ടൊന്ന് ഓർഡർ ചെയ്യണം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാളിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, റിലേറ്റീവ്ലി പെർമനൻ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു എക്സ്പീരിയൻസ് ഈസ് കോൾഡ്. അനുഭവം കൊണ്ടുണ്ടാവുന്ന പ്രസക്തമായ പെരുമാറ്റ രീതി മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, ഹു ആർഗ്യൂഡ് ദാറ്റ് അഡോളസെൻറ്റ് ഈസ് എ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്? കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആരാണ്? സ്റ്റാൻലി ഹോൾ ആണ്. ഓപ്ഷൻ ബി.